ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് ഒരു സത്യ സ്റ്റൈലിൽ ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പുളിപ്പുള്ള മാങ്ങയാണ് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് മുറിക്കണം, വലിയ കഷ്ണങ്ങളാകാതെ നോക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മൂടി വയ്ക്കാം. ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. പക്ഷെ ഞാനിത് രാത്രി നൈറ്റാണ് ഇങ്ങനെ മുറിച്ചിട്ട് മാറ്റി വെച്ചത്, ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെച്ചത്. അങ്ങനെ ആകുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചതിന് ശേഷം പിറ്റേന്ന് എനിക്ക് ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് ഇനി എന്തൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടിയാണിത്. 1 ടേബിൾ സ്പൂണ് ഉലുവാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിപ്പില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂണ് വിനിഗർ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പുളിപ്പായതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. സത്യയ്ക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. നന്നായിട്ട് കൈകൊണ്ട് തന്നെ യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ഇത്തിരി കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സദ്യക്കായതുകൊണ്ട് കടുക് വറക്കുന്നില്ല. പിന്നെ കടുക് വറക്കുന്നവരാണെങ്കിൽ കടുക് വറക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വെറും 2 മണിക്കൂർ മതി കേട്ടോ. സ്വാദിഷ്ടമായ അച്ചാർ റെഡിയായി. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇത് പുറത്ത് വയ്ക്കല്ലേ, നമുക്കൊരു ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.